ഇതൊരല്പം പുറകോട്ടൊന്ന് മാറ്റിയേക്കാൻ ആരെങ്കിലും. Testing. Good morning. ദൈവത്തിന് മഹത്വം. It's good to see all of you. നിങ്ങളെല്ലാം വീണ്ടും കണ്ടതിൽ ഒത്തിരി സന്തോഷം. It's a great privilege to be in the house of God again today. ദൈവഭവനത്തിൽ വീണ്ടും ആയിരിക്കാൻ കഴിഞ്ഞതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. We had wonderful services in the English church yesterday. ഇന്നലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സർവീസ് ഞങ്ങൾക്ക് ഇംഗ്ലീഷിൽ ലഭിച്ചു. And we've had lots of comments saying that the Spirit of God fell. സത്യമായും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നു. And the Holy Spirit is a much better organizer of services. സഭാ ആരാധനകളുടെ നിയന്ത്രണത്തിന് പരിശുദ്ധാത്മാവിനെ പോലെ കൊള്ളാവുന്ന വേറെ ആരുമില്ല. And so it was a wonderful time because the Holy Spirit was in control. ആ പരിശുദ്ധാത്മാവ് സാന്നിധ്യം തന്നതുകൊണ്ട് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സർവീസ്. And we expect the same type of control today. ഇന്ന് ഏറെക്കുറെ അതുപോലുള്ള ദൈവ സാന്നിധ്യം ഞാൻ പ്രതീക്ഷിക്കുന്നു. We have thoroughly enjoyed ourselves here. ഇവിടുത്തെ താമസം ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായിരുന്നു. And we hate to leave you because you're such wonderful people. നിങ്ങൾ വളരെ അത്ഭുതകരമായി നന്നായി ദൈവം ഉപയോഗിക്കുന്ന ആളുകൾ തന്നെയാണ്, പക്ഷേ നിങ്ങളെ വിട്ടേ മതിയാവും. We share your love and we share your commitment to the Lord all over the world. ഈ സഭയിൽ ഞാൻ വന്നതും നിങ്ങൾ എനിക്ക് തന്ന സഹകരണത്തെക്കുറിച്ചും ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഞാൻ പറയാറുണ്ട്. But this is not the last you'll see of us. പക്ഷേ ഒടുവിലായി നമ്മൾ പിരിയല്ല. We will be back next year. വരുന്ന വർഷം വീണ്ടും വരും. So we look forward to that. ഇന്ന് ദൈവം നമ്മെ സഹായിക്കുവാൻ ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കാം. If you have your Bibles, വേദപുസ്തകം കയ്യിലുള്ളവർ, we'd like for you to turn to the book of St. Mark. മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് ദയവായി തിരിഞ്ഞാലും. Chapter number 6. 6-ാമത്തെ അധ്യായം. This is a very familiar portion of Scripture. ദൈവവചനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് പരിചയമുള്ള ഭാഗങ്ങളിൽ ഒന്നാണ്. One in which many paintings have been made. Paintings. അനേക ചിത്രങ്ങൾ ഇതിനെക്കുറിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. One in which many sermons have been preached. അനേക പ്രസംഗങ്ങൾ ഇതിനകത്തുനിന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. But this morning we want to look at it from the historical point of view. എന്നാൽ ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നും ഈ ഭാഗത്തൂടെ പോകുവാൻ ഞാൻ ഇന്ന് താല്പര്യപ്പെടുന്നു. This particular event was covered by the Roman historian Cyrilius. സെറിലിയസ് എന്ന റോമൻ ചരിത്രകാരൻ ഈ ഭാഗം ചരിത്രത്തിൽ ചേർത്തിട്ടുണ്ട്. He was an eyewitness to these events. അദ്ദേഹം ഈ സംഭവത്തിന് ദൃക്സാക്ഷിയായിരുന്നു. And so his record confirms the word of God. ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഈ ഭാഗത്തെ ആ റോമൻ ചരിത്രകാരൻ തിരിച്ച് എഴുതിയിട്ടുണ്ട്, കുറിച്ചിട്ടുണ്ട്. And as I have said before, ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞ പോലെ archaeology and history does not prove that the Bible is right. ആർക്കിയോളജിയോ ചരിത്രമോ അല്ലെങ്കിൽ ഭൂഗർഭശാസ്ത്രജ്ഞന്മാരോ ചരിത്രമോ വേദപുസ്തകം ശരിയാണെന്ന് തെളിയിച്ചിട്ടില്ല. Archaeology and history only confirms that the Bible has always been right. ഇത് ശരിയാണെന്നുള്ളതിന് മറ്റവർ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. തെളിയിച്ചത് അവരാരുമല്ല. So there is no question. അതിനെക്കുറിച്ചൊരു ചോദ്യവുമില്ല. The word of God is perfection. ദൈവത്തിന്റെ വചനം അതിൽ തന്നെ സമ്പൂർണ്ണമാണ്. And history only confirms that fact. ചരിത്രം ആ സത്യത്തെ അംഗീകരിക്കുന്നുവെന്ന് മാത്രം. So I will ask Pastor this morning on chapter number 6 to read verses 45 through 51. 6-ാം അധ്യായത്തിന്റെ 45 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ വായിക്കാൻ പോവുകയാണ്. താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ തന്റെ ശിഷ്യന്മാരെ ഉടനെ പടക് കയറി അക്കരെ ബെത്സയിദയ്ക്ക് നേരെ മുന്നോടുവാൻ നിർബന്ധിച്ചു. അവരെ പറഞ്ഞയച്ച് വിട്ട ശേഷം താൻ പ്രാർത്ഥിപ്പാൻ മലയിൽ പോയി. വൈകുന്നേരമായപ്പോൾ പടക് കടലിന്റെ നടുവിലും താൻ ഏകനായി കരയിലുമായിരുന്നു. കാറ്റ് പ്രതികൂലമാകൊണ്ട് അവൻ തണ്ട് വലിച്ചു വലിയുന്നത് അവൻ കണ്ടു. ഏകദേശം രാത്രി 4-ാം യാമത്തിൽ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ ചെന്ന് അവരെ കടന്നു പോകുവാൻ ഭാവിച്ചു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ഭൂതം എന്ന് അവർ നിലവിളിച്ചു. എല്ലാവരും അവനെ കണ്ട് ഭ്രമിച്ചിരുന്നു. ഉടനെ അവൻ അവരോട് സംസാരിച്ചു. ധൈര്യപ്പെടുവീൻ, ഞാൻ തന്നെയാകുന്നു, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. പിന്നെ അവൻ അവരുടെ അടുക്കൽ ചെന്ന് പടകിൽ കയറി. കാറ്റ് അമർന്നു. അവർ ഉള്ളിൽ അത്യന്തം ഭ്രമിച്ചാശ്ചര്യപ്പെട്ടു. അവരുടെ ഹൃദയം കടുത്തിരുന്നത് കൊണ്ട് അപ്പത്തിന്റെ സംഗതി അവർ ഗ്രഹിച്ചില്ല. Up to 52. Yeah, up until 52, all of 51. Okay. At this time, Jesus and his disciples were on the west side of the Sea of Galilee. ഗലീല കടലിന്റെ തെക്കു ഭാഗത്തായിരുന്നു
പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു ഈ സമയം ശിഷ്യന്മാർ. താങ്ക്സ്. They were very near the city of Tiberias. ടൈബീരിയസ് പട്ടണത്തോട് അവർ വളരെ അടുത്തായിരുന്നു. Now, at that time, Tiberias was not a city that was being occupied, it was a city that was being built. ആ സമയത്ത് പണിതുകൊണ്ടിരിക്കുന്ന ഒരു പട്ടണമായിരുന്നു. അതിന് താമസം തുടങ്ങിയിരുന്നില്ല ഈ സൈബീരിയ. And it was many of these construction workers that sat down and allowed Jesus to break the bread and break the fish and feed them. ഈ ആ സ്ഥലത്ത് പണിതുകൊണ്ടിരുന്ന ജോലിക്കാരിൽ പലരും യേശുവിനെ സഹായിക്കുകയും ഈ അപ്പം വിതരണം ചെയ്യുവാൻ യേശുവിനോട് സഹകരിക്കുകയും ചെയ്തു. After the feeding of these multitudes, ഈ വലിയ പുരുഷാരത്തിന് കൊടുത്ത ശേഷം Jesus and his disciples walked down to the shoreline of the lake or of the Sea of Galilee. യേശുവും തന്റെ ശിഷ്യന്മാരും ചേർന്ന് ഗലീല കടലിന്റെ അടുക്കിലേക്ക് നടന്നു. And the Sea of Galilee is really not a sea that we would consider to be large. ഒരു വലിയ സമുദ്രമായി നമുക്ക് സത്യത്തിൽ ഗലീല കടലിനെ അറിയാൻ ഒക്കത്തില്ല. അങ്ങനെയല്ലത്. It was primarily just a large lake. ഒരു വലിയ ഭയങ്കര ഒരു തടാകമാണത്. സത്യത്തിൽ ഒരു സമുദ്രത്തിന്റെ ഒപ്പം വലിപ്പം അതിനില്ല. But its abundance of fish was more than any place in that area. പക്ഷേ ആ സ്ഥലത്തുള്ള മറ്റേത് കടലിനേക്കാളും കൂടുതൽ മത്സ്യങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. It was unusual the way that this lake was formed. എങ്ങനെയാണ് ഈ തടാകം ഉണ്ടായത്? It was a natural lake. അത് ഒരു നാച്ചുറൽ, ഒരു സ്വാഭാവികമായുള്ളതായ ഒന്നാണ്. It was not one that was formed by damming up a river. ഒരു ഏതെങ്കിലും ഒരു നദിയോ മറ്റോ വന്നുണ്ടായതല്ലത്. At least 3,000 years before this time is when the Sea of Galilee was formed. ഏതാണ്ട് ഒരു 3000 വർഷങ്ങൾക്ക് പുറകിലാണ് ഈ സമുദ്രം ഉണ്ടായത്. And what happened is that where it was located, there was an underground volcano. അതിന്റെ അടിയിലായിട്ട് ഒരു വോൾക്കാനോ ഉണ്ടായിരുന്നു, ഒരു അഗ്നിപർവ്വതം ഉണ്ടായിരുന്നു. And this underground volcano erupted and broke the ground open. ഈ അടിയിലുണ്ടായിരുന്നതായ വോൾക്കാനോ, ആ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചിട്ട് അവിടെ ഭൂമിയിൽ ഒരു വലിയ കുഴി ഉണ്ടായി. And a large hole was formed in the land. ഒരു വലിയ കുഴി ആ സ്ഥാനത്തുണ്ടായി. And this hole at one time was as much as 600 feet deep. ഏതാണ്ട് 600 അടിയോളം താഴ്ചയിലേക്ക് ആ കുഴി പോയി. And so because of the deep hole, then the shoreline was very shallow and very small. അങ്ങനെ വലിയ താഴ്ച ഉണ്ടായിരുന്നതുകൊണ്ട് അതിന്റെ മുകളിൽ ഉണ്ടായിരുന്ന സ്ഥലത്തോട് വെള്ളം അടുത്തു നിന്നു. So you went a ways from each shoreline and then suddenly it dropped off. അങ്ങനെയാണെങ്കിൽ അടുത്തൂടെ നടന്നു വരികയാണെങ്കിൽ പെട്ടെന്നൊരു കുഴിയായി ഇത് താണു പോകുന്നത്. Now over the centuries, the rain and the water flow of the mountains and so forth begin to fill this hole. അങ്ങനെ കാലത്തിന്റെ പോക്കിൽ പെയ്ത മഴയും വന്ന വെള്ളവും ഒരുമിച്ച് ഇതിനകത്തേക്ക് ഒഴുകി ഒരു വലിയ തടാകം ഉണ്ടായതാണ്. The hole was approximately 7 miles across. ഏതാണ്ട് ഇതിന്റെ വലിപ്പം ഏറെക്കുറെ 7 മൈലാണ്. And approximately 17 miles long. 17 കിലോമീറ്റർ നീളവും 7 കിലോമീറ്റർ വീതിയുമാണ് ഇതിന് ഏറെക്കുറെ ഉള്ളത്. And as the water continued to fill, വെള്ളം ഇതിനകത്ത് വന്ന് വീണ് നിറഞ്ഞുകൊണ്ടിരുന്നതിനാൽ by approximately 300 or 400 years before the birth of Jesus, what had formed was the Sea of Galilee. അങ്ങനെ യേശുക്രിസ്തുവിന്റെ ജനനത്തിന് 300-400 വർഷങ്ങൾക്ക് മുൻപേയാണ് ഗലീല കടൽ എന്ന പേരിലേക്ക് ഇത് വളർന്നത്, ഒരു വലിപ്പത്തിലേക്ക് ഇത് വന്നത്. And it had multitudes of fish. ഭയങ്കരമായിട്ട് ഒരുപാട് മത്സ്യങ്ങൾ ഇതിനകത്തുണ്ടായിരുന്നു. Now the problem with this Sea of Galilee ഗലീല കടലിന്റെ പ്രശ്നം is that there was a crust of stone that was the bottom of the lake. ഇതിന്റെ അടിയിൽ പാറകളുടെ ഒരു കെട്ടുണ്ട്. But what this stone actually was cooled lava from the volcano. ലാവ ഉറഞ്ഞ് പണ്ട് പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതത്തിന്റെ ലാവ ഉറഞ്ഞ് തണുത്ത് പാറയായി മാറിയതാണ്. And so the 3 or 4 foot crust was okay, but under that there was still molten lava. ഇങ്ങനെ ഒരു 3-4 അടി കട്ടിയിലുള്ള പാറയുണ്ട്. ആ പാറയുടെ അടിയിൽ വീണ്ടും തിളയ്ക്കുന്ന അഗ്നിപർവ്വതത്തിന്റെ ഭാഗങ്ങൾ തന്നെയായിരുന്നു. So this thin crust protected the lake from the molten lava underneath it. അങ്ങനെ അടിയിൽ തിളയ്ക്കുന്ന ലാവയുടെ മുകളിലായി ഉണ്ടായിരുന്ന 4-5 അടി കട്ടിയുള്ള പാറ ആ ചൂടിൽ നിന്ന് ഈ സമുദ്രത്തെ വേർതിരിച്ചു. And because of these circumstances, then storms would develop that were unprecedented
for any body of water in the entire world. ഇങ്ങനെ ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്തുണ്ടായിരുന്ന മറ്റ് തടാകങ്ങളെക്കാളും സമുദ്രങ്ങളെക്കാളും വേഗത്തിൽ അടിയിൽ കിടക്കുന്ന ആ തിളച്ച ഭാഗം ഉള്ളതുകൊണ്ട് ഇവിടെ കൊടുങ്കാറ്റ് പതിവായിരുന്നു. Because without warning, ഒരു വാണിംഗും ഇല്ലാതെ, and it cannot be predicted, ഒരിക്കലും പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ, all of a sudden for no apparent reason, പെട്ടെന്ന് ഒരു കാരണവും കൂടാതെ the lava pressure under the rock becomes so intense that the rock bottom splits open. ലാവായുടെ ചൂടും പ്രഷറും വളരുമ്പോൾ പെട്ടെന്ന് ഈ 4 അടിയുള്ള പാറ പൊട്ടുകയും, and the splitting of this rock bottom is very rapid and very violent. വളരെ വേഗത്തിലും വളരെ ഭയങ്കരവുമായി ഈ പാറ പൊട്ടിത്തെറിക്കുകയും, and suddenly there's a huge gas bubble of gas and sulfur begins to explode up through the water. പെട്ടെന്ന് ഈ വെള്ളത്തിനകത്തൂടെ വലിയ ഗ്യാസിന്റെ വലിയ സമൂഹം കിളന്നു വന്ന് അവിടെ ഇളക്കുകയും ചെയ്യും. And this is a hot gas bubble, and it makes the water boiling hot all of a sudden. ഈ വരുന്നത് ലാവ, തിളച്ച ലാവയിൽ നിന്നാകയാൽ വളരെ ചൂടുള്ള ഗ്യാസും അത് വെള്ളത്തെ തിളപ്പിക്കുന്നതുമായിരുന്നു. And it very rapidly explodes to the surface. ഇത് പെട്ടെന്ന് ഇതിന്റെ വെള്ളത്തിന്റെ മുകളിൽ വരെയും കിളന്നു വരികയും അവിടെ എല്ലാം ഇളക്കുകയും ചെയ്യും. And as it explodes to the surface, the water shoots up like a geyser. അങ്ങനെ ഈ വെള്ളത്തിന്റെ മുകളിലേക്ക് ഈ ഗ്യാസ് കടന്നു വരുന്നതോടുകൂടെ വലിയ തിരമാലകളായി വെള്ളം ഉയരും. And it forces the wind, the air that is on the lake, forces it out very violently. അവിടെ ആ സ്ഥലത്തുള്ള വായു പെട്ടെന്ന് ചൂടാകുകയും വലിയ കാറ്റായി പെട്ടെന്ന് അത് അവിടെ നിന്ന് അടിച്ചു മാറുകയും ചെയ്യുന്നത് പതിവാണ്. And then the violent wind makes a swing and comes back down into the lake. അങ്ങനെ ഈ വയലന്റായ കാറ്റ് അടിച്ച് കറങ്ങി വീണ്ടും ഈ സമുദ്രത്തിലേക്ക് വരും. And these violent winds could get up to 70 or 80 or 90 miles per hour. ഏതാണ്ട് 90 മൈൽ സ്പീഡിൽ വരെ ഈ കാറ്റടിക്കുന്ന പതിവാണ്. Causing huge waves on this lake. ഭയങ്കര വേവായിരിക്കും, തിരമാലയായിരിക്കും ആ സമയത്ത് ഈ കടലിൽ ഉണ്ടാകുന്നത്. And if there are any ships in the lake at that time, ആ സമയത്ത് തുടങ്ങുന്ന സമയത്ത് within a matter of 2 to 5 minutes they are totally overwhelmed and sunk. 2-3 മിനിറ്റിനകം അതിനകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മുങ്ങിപ്പോകും. Now this event is so unpredictable. ഇതിനെ എപ്പോഴിത് വരുമെന്ന് ആർക്കും പ്രതീക്ഷിക്കാനൊക്കത്തില്ല. That no one knows when it's going to happen. എപ്പോഴിത് സംഭവിക്കുമെന്ന് ഒരു മനുഷ്യൻ അറിഞ്ഞുകൂടാ. Sometimes it can happen this day and this day and this day and then not again for 300 years. ഒരു പക്ഷേ 2-3 ദിവസം അടുപ്പിച്ചടുപ്പിച്ച് അങ്ങ് സംഭവിച്ചേക്കാം, പിന്നെ ഒരു 300 കൊല്ലത്തേക്ക് വരെ ഇത് സംഭവിച്ചില്ലെന്നും വരാം. Other times it'll happen this day and wait for another month, happen again and then not happen again for 200 years. ചിലപ്പോൾ ഒരു ദിവസം ഈ കാറ്റ് പെട്ടെന്ന് ഈ സംഭവം ഇതുപോലെ ഒരു കാറ്റുണ്ടായി അടുത്ത ഒരു മാസത്തിനകം വീണ്ടും ഉണ്ടായി എന്ന് വരാം, ഇല്ലെങ്കിൽ അടുത്ത 300 കൊല്ലം വരെ ഒന്നും ഉണ്ടായില്ലെന്നും വരാം. Other times it will happen this month and then another month and then another month and then not again for 5 years. പലപ്പോഴും ഇത് സംഭവിച്ചുകൊണ്ടിരുന്നത് ഒരു മാസത്തിൽ ഒന്നടിച്ചു, പിറ്റേ മാസത്തിൽ ഒന്നുകൂടെ അടിച്ചു, 3-4 മാസം അടുത്ത 5 കൊല്ലത്തേക്ക് കാറ്റ് കാണുകയില്ല. Very, very unpredictable. ഇത് ഒരിക്കലും പ്രതീക്ഷിക്കാൻ ഒക്കുന്നതല്ല, നേരത്തെ പറയാൻ ഒക്കുന്നതല്ല. The last known occasion that this storm hit in modern day was 1967. 1967 ഏറ്റവും ഒടുവിലായി ഗലീലക്കടലിൽ കാറ്റടിച്ചതെന്നാണ് ഇന്നുള്ള കണക്കുകൾ. 1967. It happened at the very end of the 6-day war in Israel. ഇസ്രായേലിൽ നടന്നിരുന്ന 6 ദിവസത്തെ യുദ്ധത്തിന്റെ ഒടുവിലാണ് ഇതും കൂടെ സംഭവിച്ചത്. And there were many Syrian patrol boats that were on the Sea of Galilee were sunk at that time. ഈ സമയത്ത് സിറിയക്കാരായ അനേകർ ഈ കടലിന്റെ തീരത്ത് പാർത്തിരുന്നവർ മൊത്തം മുങ്ങിപ്പോയി. Now, because this storm was unpredictable, then they had to just act like it wasn't there. They fulfill their daily work habits. ഇത് എപ്പോഴടിക്കുമെന്ന് നേരത്തെ ആർക്കും പറയാതിരുന്നത് കൊണ്ട് കാറ്റില്ല എന്ന ഭാവത്തിലായിരുന്നു അവർ, അടിക്കത്തില്ല എന്നുള്ള രൂപത്തിലായിരുന്നു അവർ ജീവിച്ചിരുന്നത്. And so just because this event happens, that doesn't mean that everything has to come to an end.
ഇങ്ങനെയൊന്ന് കാറ്റടിച്ചത് കൊണ്ട് അവിടെ ഉള്ളവരെല്ലാം കൂടെ അങ്ങ് തീർന്നു പോകുന്നു അതിനർത്ഥമില്ല. So the fishing business continued as normal. അതുകൊണ്ട് സാധാരണഗതിയിൽ തന്നെ മീൻപിടുത്തം ആ കടലിൽ And തുടർന്നു. transportation continued as normal. സാധാരണഗതിയിൽ യാത്രയും നടന്നുകൊണ്ടിരുന്നു. Now, after Jesus had fed the multitudes, യേശു പുരുഷാരത്തെ പറഞ്ഞു വിട്ട ശേഷം and he and his disciples had gone down to the shore of the lake, തന്റെ ശിഷ്യന്മാർ ഈ കടൽ തീരത്തേക്ക് പോയി. the Word of God says he constrained them, യേശു അവിടെ പറയുന്നു അവരെ യേശു നിർബന്ധിച്ചു. which means I am commanding you to go. എന്ന് പറഞ്ഞാൽ പോകുക എന്ന് യേശു കൽപ്പിച്ചു എന്നാണ് അർത്ഥം. And if you do not, I will be unhappy. നീ പോയില്ലെങ്കിൽ എനിക്കതിൽ ദുഃഖമുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഞാൻ പ്രസാദിക്കയില്ല. And so he constrained his disciples, get in the ship and go to the other side. അങ്ങനെ പടകിൽ കയറി അക്കരയ്ക്ക് പോകുവാൻ യേശു അവരെ നിർബന്ധിച്ചയച്ചു. I will meet you over there later. ഞാൻ നിങ്ങളെ പിന്നെ അവിടെ അപ്പുറത്ത് വന്ന് കണ്ടോളാം. Now, at this time, there were many Roman transports that would go from one side to the other. ഈ സമയത്ത് റോമക്കാരുടെ അനേക പടകുകൾ, യാത്രപ്പടകുകൾ ഒരു സ്ഥലത്ത് ഒരു സൈഡിൽ നിന്ന് മറു സൈഡിൽ പോകുന്നുണ്ട്. And these were ships that had rowers that would row. അതിന് തുഴഞ്ഞു പോകത്തക്കവണ്ണം സെറ്റ് ചെയ്തിരിക്കുന്ന തുഴകളുള്ളതാണ് ആ പടകുകൾ. They were not sailing craft. അവര് പാക്കപ്പലുകളായിരുന്നില്ല. These were very large. They would carry supplies. They would carry soldiers. അവര് പട്ടാളക്കാരെയും സപ്ലൈസും കൊണ്ടുപോകുന്ന വൻകിട ബോട്ടുകൾ അല്ലെങ്കിൽ ചെറു കപ്പലുകളായിരുന്നു. And if there was room on the transport, regular people could book passage. അന്നത്തെ പതിവനുസരിച്ച് ഈ പോകുന്ന കപ്പലുകളിൽ സ്ഥലമുണ്ടെങ്കിൽ സാധാരണ യാത്രക്കാരെ കൂടെ അവരതിൽ കൊണ്ടുപോകുമായിരുന്നു. It was on this type of ship that had the oars that Jesus had his disciples to enter to go to the other side. ഇങ്ങനെ ഒരു കപ്പലിനകത്താണ് യേശുവും ശിഷ്യന്മാരും കൂടെ കയറി അക്കരയ്ക്ക് പോകാൻ തീരുമാനിച്ചത്. So on this ship you had Jesus' disciples. സാധാരണഗതിയിൽ ഇങ്ങനെ പോകുന്ന കപ്പലിനകത്ത് യേശുവുമുണ്ട്, ശിഷ്യന്മാരുമുണ്ട്. You had Roman military. റോമൻ മിലിറ്ററിക്കാരുണ്ട്. You had merchants who were taking their goods. കച്ചവടക്കാർ അവരുടെ സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. And you probably had Roman diplomats. ഒരു പക്ഷെങ്കിൽ റോമക്കാരുടെ ഡിപ്ലോമാറ്റ്സും അതിനകത്തുണ്ട്. And so when Jesus had sent them away, then he turned and went up into the mountains. ഇപ്രാവശ്യം യേശു അവരെ ശിഷ്യന്മാരെ പറഞ്ഞയച്ചേച്ച് താൻ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറി. Which seems that should be no problem with that. എന്ന് പറഞ്ഞാൽ പ്രശ്നമൊന്നും ഇല്ല എന്ന് മാത്രമേ തോന്നുന്നുള്ളൂ. But എന്നാൽ the nearest mountain is approximately 3 to 7 miles away. This mountain? From the nearest mountain from the lake. ഇതിന് ഏറ്റവും അടുത്തുള്ള പർവ്വതം ഏതാണ്ട് 7-8 മൈൽ ദൂരെയാണ്. So if Jesus went up into the mountains to pray, അങ്ങനെ പർവ്വതത്തിലേക്കാണ് യേശു പോയതെങ്കിൽ he was at least 3 to 7 miles from the shoreline. ഏറ്റവും കുറഞ്ഞാലും 3 മൈലും 7 മൈലിനും ഇടയ്ക്ക് ദൂരെയായിരിക്കും യേശു ഈ ഷോറിൽ നിന്ന്. Now, if the ship was in the middle of the sea when the storm hit, യേശു ഈ കടലിന്റെ നടുവിലേക്ക് കപ്പലുകൾ പടക് ചെന്ന ശേഷമാണ് കാറ്റടിച്ചതെങ്കിൽ Jesus very well could have been from 6 to 14 miles away from them. 6 മൈലിനും 14 മൈലിനും ഇടയിൽ ദൂരെയായിരിക്കും യേശു അപ്പോഴായിരിക്കുന്നത്. But this storm hit so quickly, ഈ കാറ്റ് അത്ര വേഗത്തിലടിച്ചു, and so violently, ഭയങ്കര സ്പീഡിലായിരുന്നു, that there was no preparation for security. സെക്യൂരിറ്റിക്കുള്ള യാതൊരു ക്രമീകരണവും അവർക്കില്ല. When this storm hit, the ship was normally sunk within 2 to 5 minutes. ഇങ്ങനെ ഒരു കാറ്റ് അടിച്ചാൽ സാധാരണഗതിയിൽ 3 മിനിറ്റിനും 5 മിനിറ്റിനും ഇടയിൽ ഈ പടകം മുങ്ങിയേ തീരൂ. And about 3 o'clock in the morning, when it was very, very black, രാവിലെ പ്രഭാതയാമത്തിൽ ആകപ്പാടെ ഇരുൾ നിറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ this event occurred and the storm hit without warning. ആ സമയത്താണ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഈ കൊടുങ്കാറ്റ് അടിക്കുന്നത്. Under normal circumstances, this great Roman transport would be down, sunk in the water within 5 minutes. സാധാരണഗതിയിൽ 5 മിനിറ്റിനകം ഈ റോമൻ കപ്പൽ അടിയിലേക്ക് താഴേണ്ടതാണ്. But when the storm hit, Jesus was praying 6 to 14 miles away. ഈ കാറ്റ് അടിക്കുമ്പോൾ യേശു 6 മൈലിനും 14 മൈലിനും ഇടയിൽ ഏതോ ഒരു സ്ഥലത്ത് ഇരുന്ന് പ്രാർത്ഥിക്കുക. Now comes a series of miracles. ഇതാ ഒരു കൂട്ടം അത്ഭുതങ്ങൾ തുടങ്ങുന്നു. How many of you in the middle of the night, very dark, can see for 6 miles? 6 മൈൽ ദൂരത്തിലേക്ക് പാതിരാത്രിയുടെ സമയത്ത് ഇരുട്ടിനിടയിലൂടെ കാണാൻ കഴിയുന്നവരാരും നമുക്കില്ല. I can see up into the air 6 miles.
അന്തരീക്ഷത്തിലേക്ക് ആകാശത്തിലേക്ക് 6 മൈൽ കണ്ടെന്ന് വരാം. I can see the moon and the stars. നിശ്ചയമായിട്ടും നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും കാണാം. But my eyes are not good enough to see in the dark for 6 miles and recognize what it is. ആ 6 മൈൽ ദൂരം ഭൂമിയിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ഇരുട്ടിനകത്തൂടെ കണ്ടുപിടിക്കാൻ നമ്മുടെ കണ്ണുകൊള്ളുകയില്ല. But not only did Jesus was he able to see them 6 to 14 miles away. യേശുവിന് ഈ 6 മുതൽ 14 വരെ മൈൽ ദൂരത്തിൽ അവരെ കാണുവാൻ കഴിഞ്ഞുവെന്ന് മാത്രമല്ല, He was able to identify the ship that they were in out of all the ones that were there, എന്റെ ശിഷ്യന്മാർ ഇരിക്കുന്ന കട ഏതാണെന്ന് വരെ യേശുവിന് കണ്ടുപിടിക്കാൻ കഴിയും. which could have been dozens. ഡസൻ കണക്കിന് കപ്പലുകൾ ഉണ്ടെന്ന് വരാം. And not only that, he saw them struggling with the oars. മാത്രമല്ല ഈ തുഴച്ചിലുമായി ഇവർ തണ്ടു വലിച്ച് കുഴയുന്നത് യേശു കണ്ടു. How did Jesus do that? യേശു എങ്ങനെയാണ് അവിടെ നിന്നത്? Well, we know he did it because he was the Son of God. താൻ ദൈവത്തിന്റെ പുത്രനായതുകൊണ്ടാണ് ഇതൊക്കെ അറിഞ്ഞു ചെയ്തത്. But he was also in the form of a man. പക്ഷെ അന്നേരത്ത് താൻ മനുഷ്യ രൂപത്തിലുമാണ്. He had man's eyes. മനുഷ്യ കണ്ണാണ്. He had a man's nose. മനുഷ്യന്റെ മൂക്കാണ്. He had a man's face and body. മനുഷ്യന്റെ മുഖവും ശരീരവുമാണ്. But he still saw them struggling and recognized who they were that many miles away. എങ്കിലും ഈ ദൂരത്തിലിരുന്നു കൊണ്ട് ഇവർ പോകുന്നവർ തന്റെ ശിഷ്യന്മാരാണെന്നും അവർ എത്ര ബുദ്ധിമുട്ടുന്നു എന്നും യേശു അറിഞ്ഞു. But even if he saw them the instant the storm hit, ഈ കാറ്റ് അടിച്ച് തുടങ്ങിയ ഉടനെ യേശു അവരെ കണ്ടെങ്കിലും, then within 5 minutes later the ship would go down. 5 മിനിറ്റിനകം കപ്പൽ താണിരിക്കണം. How was Jesus going to get there in time? എങ്ങനെയാണ് യേശു ഈ 5 മിനിറ്റ് കൊണ്ട് ഈ 10-14 മൈൽ ദൂരം എത്തിയത്? Even if Jesus was riding an animal, a horse, ഒരു പക്ഷങ്ങൾ ഒരു കുതിരപ്പുറത്താണ് യേശു യാത്ര ചെയ്തിരുന്നതെങ്കിൽ it would പോലും have taken him at least an hour to ഒരു get there. മണിക്കൂർ എങ്കിലും എടുക്കും അവിടെ വരെ എത്താൻ. And that's to the shore. ആ കടൽ തീരം വരെ എത്താൻ. Now, how would he get to the middle of the lake? എന്നിട്ട് എങ്ങനെയാണ് ഈ കടലിന്റെ നടുക്കെത്തേണ്ടത്? And if Jesus was walking or running, it would have taken even longer. യേശു നടക്കുകയോ ഓടുകയോ ആയിരുന്നെങ്കിൽ ഒത്തിരി കൂടെ കൂടുതൽ സമയമെടുത്തേനെ. But the next event that we see in the Word of God പക്ഷെ ദൈവവചനത്തിൽ നാം അടുത്തതായി കാണുന്നത് is Jesus walking on the water. യേശു വെള്ളത്തിന്റെ മേൽ നടക്കുന്നത്. How did he get there? എങ്ങനെയാണ് യേശു അവിടെ എത്തിയത്? Another miracle. മറ്റൊരത്ഭുതം. Now, at that time, there was a teaching among the sailors of the seafaring people. ആ കാലങ്ങളിൽ കടലിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന കടൽ യാത്രക്കാരുടെ ഇടയ്ക്ക് ഒരു കഥയുണ്ട്. He says, if you are scheduled to die by drowning this night, ഇന്ന് രാത്രിയിൽ നിങ്ങൾ മുങ്ങി മരിക്കേണ്ടവരാണെങ്കിൽ, then there would be a ghost of someone who has already drowned that would come to meet you on the night that you are to die. പണ്ടേ ചത്തുപോയ ഒരുത്തന്റെ ആ ആത്മാവാകുന്ന ഭൂതം ഇപ്പോൾ വന്ന് ഈ മരണസമയത്ത് നിന്നെ കൊണ്ടുപോകും എന്നാണ് വെയ്പ്പ്. And as these disciples and sailors and Roman soldiers looked up, they saw Jesus walking on the water. അങ്ങനെ യേശുക്രിസ്തുവിന്റെ കാലത്തുണ്ടായിരുന്ന ഈ ശിഷ്യന്മാരും റോമ പടയാളികളും നോക്കുമ്പോൾ യേശു തന്റെ കടലിന്റെ മേൽ നടന്നു വരുന്നു. This is an event that had never happened in human history. മനുഷ്യ ചരിത്രത്തിൽ ഇതുപോലൊന്നും ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. Even in the mythologies and the stories of all the nations surrounding them, there was no story about anyone walking on the water. ആ കാലങ്ങളിൽ ഒരു കഥ പോലുമില്ല മനുഷ്യൻ വെള്ളത്തിന്റെ മേൽ നടന്നത്. In Jewish history, യഹൂദന്മാരുടെ ചരിത്രത്തിൽ Moses was responsible for going through the water. മോശ വെള്ളത്തിൽ കൂടെ ആളുകളെ കൊണ്ടുപോയതിന്റെ ഉത്തരവാദിയായിരുന്നു. Joshua went through the water on dry land. യോശുവയും ഉണങ്ങിയ നിലത്തൂടെ വെള്ളത്തിന്റെ അടിയിലൂടെ നടന്നുപോയി. Elijah went through the water of the Jordan River. യോർദാൻ നദിയുടെ അകത്തൂടെ ഏലിയാവ് പോയി. His disciple Elisha did the same thing. ഏലിശായും അത് തന്നെ ചെയ്തു. But no one had walked on top of the water. ഇതെല്ലാം വെള്ളം പിളർന്നു പോകുകയായിരുന്നു, വെള്ളത്തിന്റെ മീതെ ആരും പോയിട്ടില്ല. And so the logical conclusion that they came to is that Jesus was trying to rescue them and he drowned. അങ്ങനെ നോക്കുകയാണെങ്കിൽ അവരെ രക്ഷിക്കുവാനായി വന്ന യേശു അവരെ കൊല്ലാൻ വന്നവർക്ക് തുല്യമാണ്. And now Jesus' ghost was coming to them to tell them that they were going to drown. അവരുടെ നോട്ടത്തിൽ യേശുവാണ് ആ ഭൂതം. ആ ഭൂതം വേണ്ടി ഇപ്പൊ പണ്ട് വത്തവന്റെ ഭൂതമാണ് ഇപ്പൊ ഞങ്ങളെ കൂടെ കൊല്ലാൻ വന്നിരിക്കുക. And they screamed out in fear. ഇത് കണ്ട് ഭയപ്പെട്ട് അവർ നിലവിളിച്ചു. And then Jesus, the ghost, became the man
അവരുടെ നോട്ടത്തിൽ ഭൂതമെന്ന് തോന്നിയ ആ യേശു സത്യത്തിൽ ഒരു മനുഷ്യനാണ്. which was something else that was very confusing to them. അവർക്ക് ഇത് മനുഷ്യനാണോ ഭൂതമാണോ യേശുവാണോ ഒന്നും അറിയാൻ വയ്യ. ഭൂതമാണെന്ന് അവർ വിചാരിച്ചു. How could a ghost become a man? എങ്ങനെയാണ് ഭൂതത്തിന് മനുഷ്യനാകാൻ ഒക്കുന്നത്? Because he was never a ghost. താൻ ഒരിക്കലും ഭൂതമല്ലായിരുന്നു. This was the real Jesus walking on the real water. ഇത് സത്യമായും യഥാർത്ഥമായി യേശു യഥാർത്ഥമായ പച്ചവെള്ളത്തിന്മേൽ നടന്ന സത്യമാണ്. In the middle of a real storm. ഈ വലിയ കാറ്റിന്റെ നടുവിലാണ് യേശു നടക്കുന്നത്. And he says, "It's I, don't be afraid." യേശു പറഞ്ഞു, ഇത് ഞാനാണ്, നിങ്ങൾ പേടിക്കണ്ട. Then he walked into the ship with them. എന്നിട്ട് അവരോട് കൂടെ പടകിലേക്ക് നടന്നു. And when he got into the ship, this storm whose intent was to totally destroy everything was calmed. യേശു കടലിലേക്ക് നടന്ന് കയറിയതോടുകൂടെ സകലരെയും നശിപ്പിക്കേണ്ടതിന് വേണം അടിച്ച കാറ്റ് തേണ്ട ശാന്തമായി. And that's another miracle. അത് മറ്റൊരു അത്ഭുതം. Because these particular storms, they do calm down. നിശ്ചയമായിട്ടും ഇങ്ങനെ അടിക്കുന്ന കാറ്റ് മാറാറുണ്ട്, കുറയാറുണ്ട്. But it generally takes 5 to 6 days for things to get back to normal. സാധാരണഗതിയിൽ ഒരു 5-6 ദിവസം കഴിഞ്ഞേ ഇത് ശാന്തമാകത്തുള്ളൂ. And here when Jesus spoke, it was instantaneous. ഇവിടെ യേശു സംസാരിച്ചപ്പോൾ ഉടനടി അത് നിന്നു. Now, ഇപ്പോൾ I'm certainly guaranteed that Jesus made quite an impression upon these Romans. ഈ റോമക്കാരുടെ മേൽ യേശു നിശ്ചയമായും വലിയൊരു സ്വാധീനത ഇതോടെ ഉണ്ടാക്കി കഴിഞ്ഞു. But you know, in our lives, നമ്മുടെ ജീവിതത്തിൽ especially those that are called into particular types of ministry, വ്യത്യസ്തമായ ശുശ്രൂഷകളിലേക്ക് വിളിക്കപ്പെട്ടവരുടെ ഇടയിൽ perhaps there are times for you pastors or you evangelists or you women's leaders that you feel like the Holy Spirit tells you, go. നിങ്ങളോട് പരിശുദ്ധാത്മാവ് മുൻപോട്ട് പോകുവാൻ പറയുന്നത് പോലെ പാസ്റ്റർമാർ പോലും യുവതികൾ പോലും ലീഡേഴ്സിൽ പോലും നമുക്ക് തോന്നാറുണ്ട് നമ്മോട് മുന്നോട്ട് പോകാൻ പറയുന്നതായിട്ട്. Perhaps you don't understand why. എന്തിനാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. But you go anyway. പക്ഷേ ദൈവം പറഞ്ഞാൽ നമ്മൾ പോകും. But then as you go, നമ്മൾ പോകുമ്പോൾ the feelings that you have inside is, where is Jesus? യേശു എന്ത് എന്നുള്ളതായിരിക്കും നമ്മുടെ ചിന്ത. Things are beginning to happen. Things are beginning to happen. സംഗതികൾ നടക്കാൻ തുടങ്ങുകയാണ്. That I don't like. എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുന്നു. The water is beginning to stir. വെള്ളം ഇളകി തുടങ്ങി. And if Jesus was here, I know that he would take care of it. യേശു കൂടെ ഉണ്ടായിരുന്നെങ്കിൽ തൽക്കാലം സാഹചര്യം നിയന്ത്രിച്ചേനെന്ന് എനിക്കറിയാം. And then all of a sudden, this storm, this tremendous storm comes out of nowhere. പെട്ടെന്നാണ് എങ്ങു നിന്നെന്നറിയാതെ ഈ കൊടുങ്കാറ്റ് വന്നു ഭവിച്ചത്. And you look around for help from your master. നമ്മുടെ യജമാനിൽ നിന്നും സഹായം ലഭിക്കുവാൻ And he's nowhere to be found. തന്നെ എങ്ങും കാണുന്നുമില്ല. In the middle of this thing that God wants you to do, ഈ സാഹചര്യത്തിന് നടുവിൽ നാം എന്ത് ചെയ്യണം? then your wife appears before you and says, I want a divorce. ഒരു പക്ഷെങ്കിൽ ഭാര്യമാർ എഴുന്നേറ്റ് ഞാൻ ഇപ്പോൾ വിവാഹമോചനം തേടുകയെന്ന് പറഞ്ഞാൽ, as you women are ministering and your son comes to you and says, Mother, I do not like you, I'm leaving home. ഒരു പക്ഷെങ്കിൽ ശുശ്രൂഷ ചെയ്യുന്ന അമ്മമാരുടെ അടുക്കൽ മക്കൾ പെട്ടെന്ന് വന്ന് എനിക്ക് വീട് ഇഷ്ടമല്ല, ഞാൻ തന്നെ പോകുക. This storm came out of no place. എവിടെ നിന്നെന്നറിയാതെ ഇതാ കാറ്റടിക്കുന്നു. You never anticipated it. നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത കാറ്റ്. Your wife calls you up, husband. ഭാര്യ ഭർത്താവിനെ വിളിക്കുന്നു. And he says, I'm sorry to tell you this, we have no money in our bank account. തന്റെ ഭാര്യ പെട്ടെന്ന് വിളിച്ചേച്ച് പറയുന്നു, പറയുവാൻ പ്രയാസമുണ്ട്, പക്ഷെ നമ്മുടെ പണമില്ല, ബാങ്കിൽ കാശില്ല. And our taxes are due tomorrow. ഇപ്പോഴെന്തെങ്കിലും ചെയ്യണം നാളത്തെ ആവശ്യത്തിന്. The storm is totally unexpected. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കൊടുങ്കാറ്റ് comes from out of nowhere. എവിടെ നിന്നെന്നറിയാതെ ഇത് ഉയർന്നു വരുന്നു. And the only thing that you can see is that you are going to sink. നിങ്ങൾ താണുപോകുവാൻ തുടങ്ങുന്നു, അധപ്പതിക്കുന്നത് മാത്രം നിങ്ങൾ അറിയുന്നു. And then you say, Jesus, you sent me here. ഇവിടെയാണ് നിങ്ങൾ പറയുന്നത്, യേശുവേ അങ്ങാണ് എന്നെ ഇവിടെ അയച്ചത്. You demanded that I be involved with this ministry. കർത്താവേ ഞാൻ ഇതിനകത്ത് ചേർന്ന് പ്രവർത്തിക്കുവാൻ അങ്ങല്ലേ എന്നെ അയച്ചത്. You constrained me to go out. അങ്ങനെ നിർബന്ധിച്ചയച്ചതല്ലേ. And now I did what you asked me to do. അങ്ങ് എന്നോട് പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തല്ലോ. And now I'm being overwhelmed by this storm. ഞാൻ കൊടുങ്കാറ്റിനാൽ വലയുന്നു. And I don't see any possible way that I can come out of രക്ഷപ്പെടുവാൻ യാതൊരു മാർഗ്ഗവും ഞാൻ കാണുന്നില്ല. But what those disciples did not know,
യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ അറിയാഞ്ഞ ഒരു യാഥാർത്ഥ്യം is that Jesus was watching them. യേശു അവരെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. Amen. Amen. Jesus' eyes were concentrated upon their ship. ഈ കപ്പലിനെ, അവർ പോയ പടകിനെ യേശു സൂക്ഷിച്ചു നോക്കുന്നുണ്ടായിരുന്നു. And he was interceding for them. ഇവർക്ക് വേണ്ടി യേശു പിതാവിനോട് മധ്യസ്ഥത In അണയ്ക്കുകയായിരുന്നു. his time in prayer to the Father, തന്റെ സമയത്ത് ദൈവത്തോട്, പിതാവിനോടുള്ള തന്റെ പ്രാർത്ഥന, those disciples were first priority. ആ ശിഷ്യന്മാരായിരുന്നു തനിക്ക് ഒന്നാമത്തെ പ്രാധാന്യം. And in your storm, നമ്മുടെ കാറ്റിൽ you may not feel Jesus is there. യേശുവിന്റെ സാന്നിധ്യം നാം തിരിച്ചറിഞ്ഞെന്ന് വരികയില്ല. You may feel in your heart that he is 100 miles away. താൻ ഒരു 100 മൈൽ ദൂരെയാണെന്ന് നമുക്ക് തോന്നിയേക്കാം. And there is no possible way under the face of the earth that Jesus will get there in time. യേശു നേരത്തിനിവിടെ എത്തുവാൻ യാതൊരു സാധ്യതയും ഭൂമുഖത്തെ സാഹചര്യത്തിലില്ല. And there is no way that I can ever get out of this situation. ഈ സാഹചര്യത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടുവാൻ മാർഗവുമില്ല. And even if Jesus did appear, ഒരു പക്ഷേ യേശു പെട്ടെന്ന് അവിടെ പ്രത്യക്ഷപ്പെട്ടാൽ പോലും, then I would be frightened to death because now it's too late. ഇത് വളരെ താമസിച്ചു പോയതിനാൽ ഞാൻ ഭയന്നു മരിക്കുകയുള്ളൂ. But to the disciples, when they were in that situation, പക്ഷേ യേശു ശിഷ്യന്മാർ ആ he സാഹചര്യത്തിലായിരുന്നപ്പോൾ says, peace, യേശു പറഞ്ഞു, സമാധാനം, it is me. ഞാനാ. And you know what Jesus did? യേശു എന്താ ചെയ്തെന്നറിയാമോ? He broke the laws of nature to confirm to them that he was with them. താൻ അവരോടുകൂടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതിന് പ്രകൃതി നിയമങ്ങളെ യേശു തട്ടിത്തെറിപ്പിച്ചു. How did Jesus travel that distance in that short of time? എങ്ങനെയാണ് ഈ ചിരിഞ്ഞ സമയം കൊണ്ട് യേശു ഈ ദൂരം യാത്ര ചെയ്തത്? How did he see them? എങ്ങനെ അവരെ കണ്ടു? And then once he got to the shore, ഒരിക്കൽ തീരത്തെത്തിയപ്പോൾ how was he going to get out there? എങ്ങനെയാണ് അവരുടെ അടുക്കലെത്തിയത്? And so on at least 3, perhaps even 4 or 5 different occasions, Jesus, the Creator, reversed the laws of nature. അങ്ങനെയാണെങ്കിൽ ഈ 3-4 സാഹചര്യങ്ങളിൽ ഓരോന്നിലും യേശു പ്രകൃതി നിയമത്തെ, സൃഷ്ടിച്ചവനായ ദൈവം പ്രകൃതിയുടെ നിയമത്തെ അതിലംഘിച്ചു. To give confirmation to his followers തന്നെ അനുഗമിക്കുന്നവർക്ക് ഒരു ഉറപ്പ് നൽകുവാൻ, that I am with you always, ഞാൻ എന്നും നിങ്ങളോടുകൂടെ ഉണ്ടെന്ന് even പറയുന്നു. in the midst of your storm, നിങ്ങളുടെ ജീവിതത്തിന്റെ തകർത്ത കാറ്റുകളുടെ നടുവിൽ, even in the midst of your assured death, നിങ്ങൾ മരിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പായ സാഹചര്യത്തിൽ പോലും, the death of your marriage, നിങ്ങളുടെ വിവാഹ ദിവസം, the death of your family, വിവാഹത്തിന്റെ നാശം, നിങ്ങളുടെ ജീവിതത്തിന്റെ മരണം, the death of your job, നിങ്ങളുടെ ജോലി നഷ്ടമാകുമ്പോൾ, the death of your bank account, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിക്കുമ്പോൾ, the death of your company, നിങ്ങളുടെ കമ്പനി മരിക്കുമ്പോൾ, Jesus is saying, യേശു പറയുന്നത്, peace be still. സമാധാനം, സമാധാനം ഞാനാവും. I've been watching you. ഞാൻ നിങ്ങളെ കാണുക. I've been interceding for you. ഞാൻ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുക. And now I am here. ഇപ്പോൾ ഞാൻ ഇവിടെ ഉണ്ട്. And so, do not be concerned of the ministry and the callings of our Lord. അതുകൊണ്ട് ദൈവം നിങ്ങളുടെ മേൽ തന്നിരിക്കുന്ന വിളിയെയും നിങ്ങളുടെ ശുശ്രൂഷയെയും കുറിച്ച് സംശയിക്കരുത്. And do not be surprised ഒരിക്കലും അതിൽ അത്ഭുതപ്പെടരുത്. if the storm comes out of nowhere. പെട്ടെന്ന് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇതുപോലുള്ള കാറ്റുകൾ ഉയർന്നു വന്നാൽ, A storm that, because of its natural his natural terror, is meant to destroy you. കാറ്റുകൾ, അടിക്കുന്ന കാറ്റുകൾ അതിന്റെ നൈസർഗിക സ്വഭാവത്തിൽ നമ്മെ തകർത്ത് കളയുന്നതാണ്. Jesus will move heaven and earth and all of the laws of nature for your benefit. എന്റെയും നിങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടി സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ആകാശത്തിന്റെയും ശക്തികളെ യേശു ഇളക്കിത്തിരിക്കാം. Now, he didn't do it every day. എല്ലാ ദിവസവും യേശു ഇത് ചെയ്തില്ല. He didn't do it very often in the lives of the disciples. തന്റെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ പലപ്പോഴും താൻ ഇത് ചെയ്തു. So it wasn't something that they would say, okay, Jesus did this yesterday, so he'll do it again today. ഇന്നലെ യേശു ഇത് ചെയ്തതുകൊണ്ട് ഇന്ന് ഇത് ചെയ്യുമെന്ന് പറയാൻ ശിഷ്യന്മാർക്കില്ല. In the life of the disciples, it only happened a couple of times. ശിഷ്യന്മാരുടെ ചരിത്രത്തിൽ ആകെ ചില പ്രാവശ്യം മാത്രമേ ഇങ്ങനെയൊക്കെ നടന്നിട്ടുള്ളൂ. And in your life, നമ്മുടെ ജീവിതത്തിൽ there are
situations that daily come up, സാധാരണ എല്ലാ ദിവസവും നമുക്കുണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ട്. that daily you have to deal with, അത് ഓരോ ദിവസവും നമ്മൾ തന്നെ നേരിടണം. that you have to make decisions. അതിനകത്ത് നമ്മൾ തന്നെ തീരുമാനമെടുക്കണം. But only a couple of times in your life എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ചുരുങ്ങിയ പ്രാവശ്യങ്ങൾ മാത്രം that you will feel all is lost. സകലതും കഴിഞ്ഞു തീർന്നു എന്ന് നാം തന്നെ ചിന്തിച്ചു പോകും. And you will question your calling. നമ്മുടെ വിളിയെ നാം തന്നെ ചോദ്യം ചെയ്തെന്ന് വരും. You'll question the Lord's instructions when He tells you to go. ദൈവത്തിന്റെ തീരുമാനങ്ങളെ പോകുക എന്ന കൽപ്പനകളെ നാം തന്നെ ചോദ്യം ചെയ്തെന്ന് വരും. Jesus will not make a habit of delivering you. He will not make a habit of delivering. എന്നും നമ്മളെ സംരക്ഷിക്കുക സൂക്ഷിക്കുക എന്നതൊരു സ്വഭാവമാക്കി യേശു മാറ്റത്തില്ല. He expects us to do our part. നമ്മുടെ ഭാഗം നാം തന്നെ ചെയ്യുവാൻ യേശു പ്രതീക്ഷിക്കുന്നു. But when it gets to the point that the storm comes unexpected and is meant to destroy you, പക്ഷേ അപ്രതീക്ഷിതമായി കാറ്റ് വന്ന് നിങ്ങളെ നശിപ്പിക്കുമെന്ന് തോന്നുന്ന സാഹചര്യത്തിൽ realize one thing, ഒരു കാര്യം ഓർക്കുക, that He is watching you. യേശു നമ്മെ സൂക്ഷിക്കുന്നു. His eyes are upon you. യേശുവിന്റെ കണ്ണുകൾ നമ്മുടെ മേലുണ്ട്. His eyes are upon you in your business dealings. യേശുവിന്റെ കണ്ണുകൾ ഈ സമയത്ത് നമ്മുടെ മേലുണ്ട്. His eyes is upon your church. സഭയുടെ മേൽ കണ്ണുണ്ട്. His eyes is upon your evangelistic ministry. നിങ്ങളുടെ സുവിശേഷീകരണ കർമ്മങ്ങളിൽ യേശുവിന്റെ കണ്ണുകൂടെയുണ്ട്. And He will walk to you through the storm. ഈ കാറ്റിന്റെ നടുവിൽ യേശു നമുക്ക് വേണ്ടി നടന്നു വരും. And calm it for your behalf. നമുക്ക് വേണ്ടി സ്വാതന്ത്ര്യം തരും, ശാന്തത തരും. I remember we were working in Egypt for a number of years. പല വർഷങ്ങളായി ഞങ്ങൾ ഈജിപ്തിൽ ജോലി ചെയ്യുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. And in fact, we had been there for 10 years and not one single conversion. ഒരു 10 വർഷത്തോളം ഞങ്ങൾ ഈജിപ്തിലായിരുന്നിട്ട് ഒരൊറ്റ വ്യക്തി വിശ്വാസത്തിൽ വന്നിട്ടില്ല. We worked and we worked and we worked and we witnessed and we ministered and not one single person accepted Christ in 10 years. ഞങ്ങൾ അധ്വാനിച്ചു ചെയ്യാവുന്ന സകലതും ചെയ്തു, ഒരൊറ്റ വ്യക്തി പോലും വിശ്വാസത്തിൽ വരാത്ത 10 വർഷങ്ങൾ. Finally one evening I told the Lord, you sent me here. ഒടുവിൽ ഞങ്ങൾ പറഞ്ഞു, കർത്താവേ അങ്ങല്ലേ ഞങ്ങളെ ഇവിടെ അയച്ചത്. And now you've forsaken me. ഞങ്ങളെ മറന്നു കളഞ്ഞല്ലോ. Where are you, God? കർത്താവേ അങ്ങ് എവിടെയാ? Are you even here in Egypt at all? കർത്താവേ ഈജിപ്തിൽ അങ്ങ് ഉണ്ടോ? Is this one of those places that you have forsaken? അതോ അങ്ങ് മറന്നു കളഞ്ഞ സ്ഥലങ്ങളിൽ ഒന്നാണോ ഈജിപ്ത്? Why did you send us here if you were going to leave us here? ഞങ്ങളെ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് വിടാനായിരുന്നെങ്കിൽ എന്തിന് ഞങ്ങളെ അങ്ങ് ഇവിടെ കൊണ്ടുവന്നു? Without any direction or any way to go. എവിടെ പോകണമെന്ന് അറിയുവാൻ ഞങ്ങൾക്കൊരു ഡയറക്ഷൻ കിട്ടുന്നില്ല. And so I gave the Lord a challenge. ഞാൻ അതുകൊണ്ട് ദൈവത്തിന് തന്നെ ഒരു ചലഞ്ച് കൊടുത്തു. I said, if something doesn't happen by tomorrow, I'm going to get the next flight back to the United States. ഞാൻ ദൈവത്തോട് തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞു, നാളെ ഈ നേരത്തിനകം എന്തെങ്കിലും നടക്കുന്നില്ലെങ്കിൽ ഞാൻ തന്നെ തിരിച്ച് സ്റ്റേറ്റ്സിന് പോകും. It's over. കഴിഞ്ഞു, എന്റെ ശുശ്രൂഷ തീരാൻ I'm പോകും. finished. എന്റെ ശുശ്രൂഷ കഴിഞ്ഞു. And then the storm hit. അത് കഴിഞ്ഞാണ് കാറ്റടിച്ചത്. And we were put under extreme scrutiny with prison. ഞങ്ങളെ ജയിലിനകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധയിലേക്ക് And കൊണ്ടുവന്നു. then I really couldn't understand what God was doing then. ദൈവം എന്തോ ചെയ്യാൻ പോകുന്നെന്ന് ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. But while I was there by myself, nothing between me and God and the bars. ഞാൻ ജയിലിൽ കിടക്കുന്ന സമയത്ത് എനിക്കും ദൈവത്തിനും മധ്യത്തിൽ ഈ ജയിലിന്റെ ബാറുകളല്ലാതെ അഴികളല്ലാതെ വേറെ ഒന്നുമില്ല. He appeared into my heart. എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ തോന്നി. എൻ്റെ ഹൃദയത്തിലേക്ക് യേശു വന്നു. And to me it felt like a ghostly figure. എൻ്റെ ഹൃദയത്തിൽ എനിക്ക് തോന്നിയത് ഇത് അടുത്ത ഭൂതമാണെന്ന്. One that was hard to recognize anymore. എനിക്ക് യേശുവിനെ മനസ്സിലാക്കാൻ കഴിയാത്തൊരു സാഹചര്യം. And he says, just be patient. ദൈവം എന്നോട് പറഞ്ഞു, നീ സമാധാനമായിരി. I said, that's not what I wanted. എനിക്ക് വേണ്ടിയിരുന്നത് അതല്ല. I didn't expect that answer. ആ ആൻസർ അല്ല, ആ മറുപടി അല്ല ഞാൻ പ്രതീക്ഷിച്ചത്. And I didn't expect that type of instruction. അങ്ങനെ ഒരു ഉത്തരവല്ല എനിക്ക് വേണ്ടിയിരുന്നത്. So the next day I got out and I went down to Luxor, Egypt. അടുത്ത ദിവസം ദൈവം എന്നെ സഹായിച്ചു, ഞാൻ ലക്ഷറിലേക്ക് പോയി. And there I told the Lord again very verbally. ഞാൻ പിന്നെയും ദൈവത്തോട് എൻ്റെ വാക്കുകൾ കൊണ്ട് വ്യക്തമായി പറഞ്ഞു, I have had it. I have failed. I've had it. എനിക്ക് തികഞ്ഞു, മതിയായി. I'm going to go down to the Nile River. ഞാനിപ്പോൾ നൈൽ നദിയിലേക്ക് പോകുകയാണ്.
I'm going to hire a small boat, ഒരു കൊച്ചു ബോട്ട് ഞാൻ വാടകയ്ക്ക് എടുക്കും. and I'm going to go out into the middle of the Nile, ഞാൻ നൈൽ നദിയുടെ നടുക്കോട്ട് ചെല്ലും. watch the sundown on the Nile for the last time, അവസാനമായി ഞാൻ അതിനകത്ത് ചാടിച്ചാകാൻ പോകും. and go back to America to. ഐ എം സോറി, ജീവിതത്തിൽ അവസാനമായി സൂര്യാസ്തമനം കണ്ട ശേഷം ഞാൻ അമേരിക്കയ്ക്ക് പോകാൻ പോകും. And then go back to America the next day. അടുത്ത ദിവസം ഞാൻ അമേരിക്കയ്ക്ക് പോകും. So that's what I did. അങ്ങനെയാണ് ഞാൻ ചെയ്തത്. I went down to the Nile, ഞാൻ നൈലിൽ പോയി. and I hired a small boat, maybe 7 feet long. 6-7 അടി നീളമുള്ള ഒരു കൊച്ചു ബോട്ട് വാടകയ്ക്ക് എടുത്തു. And a little Muslim man was there rowing the boat for me. ആ ബോട്ട് എനിക്ക് വേണ്ടി തുഴയുവാൻ ഒരു ചെറിയ മുസ്ലിം And ഉണ്ടായിരുന്നു. he rowed me out into the middle of the Nile. നൈൽ നദിയുടെ നടുവിൽ വരെയും അദ്ദേഹം എന്നെ കൊണ്ടുപോയി. But all the time he was rowing, he had a big smile on his face. അവനെ തുഴയും തോറും അവന്റെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. And he was facing me and I was looking at him. ഞാൻ അവനെയും അവൻ എന്നെയും നോക്കിക്കൊണ്ടിരിക്കുക. Well, I didn't want to smile at him. ഞാൻ അവനെ നോക്കി ഞാൻ ചിരിച്ചില്ല. I didn't want him to talk to me. എന്നോട് അവൻ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല. And I didn't want to talk to him. എനിക്ക് അവനോട് സംസാരിക്കാൻ താല്പര്യമില്ല. I was angry at God. ഞാൻ ദൈവത്തോട് പിണങ്ങി നടക്കുക. And I wanted God to know I was angry. ഞാൻ പിണങ്ങി ഇരിക്കുന്നു എന്ന് ദൈവത്തിന് മനസ്സിലാകണമെന്ന് എനിക്ക് And തീരുമാനമുണ്ട്. I can't be angry and smile at the same time. എനിക്ക് ഒരേ സമയത്ത് തന്നെ ദേഷ്യപ്പെട്ടുകൊണ്ട് ചിരിക്കാൻ അറിയാൻ വയ്യ. But finally, I told the man, kept smiling, and I says, hello. എന്നെ നോക്കി ഒത്തിരി നേരം ചിരിച്ചോണ്ടിരുന്ന ആ മനുഷ്യനോട് അവസാനം ഞാൻ ചിരി നടിച്ചോണ്ട് ചോദിച്ചു ഹലോ എന്ന് പറഞ്ഞു. He says, oh, you can talk. അപ്പൊ അദ്ദേഹം പറഞ്ഞു നിനക്ക് വർത്താനം പറയാൻ അറിയാലേ? I says, yes, I can talk. ഞാൻ പറഞ്ഞു എനിക്ക് വർത്താനം പറയാം. He says, you're American. നീ അമേരിക്കൻ അല്ലേ? I said, I am American. ഞാൻ പറഞ്ഞു അതെ ഞാൻ He ആകുന്നു. said, oh, good, I love American. George Bush, he good friend. അദ്ദേഹം പറഞ്ഞു ഓക്കെ ജോർജ് ബുഷ് എന്റെ സ്നേഹിതനാ. I says, yeah, George Bush, he has some friends, yes. ഞാൻ പറഞ്ഞു ശരിയാ ജോർജ് ബുഷിന് കുറെ സ്നേഹിതരൊക്കെ ഉണ്ട്. And he says, you America, you must be Christian. അദ്ദേഹം അടുത്തതായിട്ട് പറഞ്ഞു നീ അമേരിക്കക്കാരനല്ലേ, ക്രിസ്ത്യാനിയല്ലേ? I said, I am Christian. ഞാൻ പറഞ്ഞു അതെ ഞാൻ He says, ക്രിസ്ത്യാനിയാ. yes, all Americans Christian. അദ്ദേഹം പറഞ്ഞു അതെ അമേരിക്കക്കാരെല്ലാം ക്രിസ്ത്യാനികളാ. And he said, I like Christians. അദ്ദേഹം പറഞ്ഞു എനിക്ക് ക്രിസ്ത്യാനികളെ ഇഷ്ടവുമാണ്. Christians, some good friend of Christians. എനിക്ക് നല്ല ക്രിസ്ത്യൻ ഫ്രണ്ട്സ് ഉണ്ട്. Jesus Christ, he good friend mine. യേശു എന്റെ സ്നേഹിതനാ. I said, well, that's good. ഞാൻ പറഞ്ഞു നല്ല കാര്യം. But Jesus can be more than just your friend. ഒരു സ്നേഹിതൻ എന്നതിനേക്കാൾ കവിഞ്ഞ് അതിലധികമാകുവാൻ യേശുവിന് He കഴിയും. says, oh yes, I know you Christians. അദ്ദേഹം പറഞ്ഞു അതെ ശരിയാ എനിക്ക് നീ ക്രിസ്ത്യാനിയെന്ന് എനിക്കറിയാം. You feel that Isa, that Jesus, he's the son of Allah. നിങ്ങൾ വിശ്വസിക്കുന്നത് അനുസരിച്ച് യേശു അള്ളാഹയുടെ മകനാ. And you say that because he's son of Allah, then he is Allah. ഞങ്ങൾ യേശു അള്ളാഹയുടെ മോനായോണ്ട് ഈശു അള്ളാഹ് എന്ന് ഞങ്ങൾ പറയാറുണ്ട്. I said, I do feel that Jesus is God. ഞാൻ പറഞ്ഞു യേശു ദൈവമാണെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. He's the son of God and the savior of men. താൻ ദൈവപുത്രനാണ് മനുഷ്യരക്ഷകനുമാണ്. He says, no. അവൻ പറഞ്ഞല്ല. Allah has no wife. അള്ളാഹ്ക്ക് ഭാര്യയില്ല. And so Allah can have no son because Allah has no wife. അള്ളാഹ്ക്ക് ഭാര്യയില്ലാത്തതുകൊണ്ട് മക്കളുമില്ല. I said, well, that is true. ഞാൻ പറഞ്ഞു അത് ശരിയാ. But let me ask you a question. ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിക്കട്ടെ? I said, you believe Quran? നീ ഖുർആൻ വിശ്വസിക്കുന്നല്ലോ? Yes. അതെ ഞാൻ വിശ്വസിക്കുന്നു. He pulled a Quran out of his pocket and അദ്ദേഹത്തിന്റെ held പോക്കറ്റിൽ നിന്ന് ഒരു ഖുർആൻ എടുത്ത് പൊക്കി കാണിച്ചു. I says, what is Quran? ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്തോ? He says, Quran, that's the words of Allah. അള്ളാഹയുടെ വാക്കാണത്. I said, so you believe Quran? അതുകൊണ്ട് നീ ഖുർആൻ വിശ്വസിക്കുന്നല്ലേ എന്ന് ഞാൻ ചോദിച്ചു. Yes. അദ്ദേഹം പറഞ്ഞു അതെ. I believe words of Allah. അള്ളാഹയുടെ വാചകങ്ങളാണ് ഇത് ഞാൻ വിശ്വസിക്കുന്നു. I says, you believe everything in Quran? ഞാൻ ചോദിച്ചു നീ ഖുർആനിലുള്ളത് എല്ലാം വിശ്വസിക്കുന്നുണ്ടോ? Yes. അതെ ഉണ്ട്. I said, even the stories, you believe the stories in Quran? അതിന് ഖുർആനിലുള്ള കഥകൾ നീ വിശ്വസിക്കുന്നു? Yes, I believe all Quran. അതെ ഖുർആൻ മൊത്തം ഞാൻ വിശ്വസിക്കുന്നു. I said, well, let me ask you another question. ഞാൻ വേറൊരു ചോദ്യം ചോദിച്ചോട്ടെ? Who makes life? ജീവൻ ഉണ്ടാക്കിയത് ആരാ? He says, Allah. Allah makes life. അള്ളാഹയാണ് ആ ജീവൻ ഉണ്ടാക്കിയത്. I said, well, there's a man here on the shore. He has a water buffalo. Can this man make life? കരയിൽ ഒരുത്തൻ നിപ്പുണ്ടായിരുന്നു. അവനെ കാണിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു ഈ മനുഷ്യന് ജീവൻ ഉണ്ടാക്കാൻ ഒക്കൂ? He says, no, Allah only. ഓൺലി അള്ളാഹിക്കേ ചെയ്യാനൊക്കത്തുള്ളൂ. I said, there's another man here on the shore. He's leading a camel.
ഇങ്ങേപ്പുറത്ത് തന്റെ കഴുതയെ അടിച്ചുകൊണ്ട് പോകുന്ന ഒരുത്തൻ നിൽക്കുന്നു. Can this man make life? അവന് ജീവൻ ഉണ്ടാക്കാൻ ഒക്കൂ? No. ഒക്കത്തില്ല. Allah only. അള്ളായിക്കേ ഒക്കത്തുള്ളൂ. I said, can you make life? ഞാൻ ചോദിച്ചു, നിനക്ക് ജീവൻ ഉണ്ടാക്കാൻ No. ഒക്കത്തില്ല. I said, can I make life? എനിക്ക് ഉണ്ടാക്കാൻ ഒക്കൂ? He says, you're not Allah. You cannot make life. നീ അള്ളയല്ല, നിനക്ക് ഒക്കത്തില്ല. I said, well, I want to tell you a story that's in the Quran. ഞാൻ പക്ഷെ ഖുറാനിലുള്ള ഒരു കഥ നിന്നോട് പറയട്ടെ. I said, now most Christians, this story is not in their Bible. ബൈബിളിൽ ഈ കഥ ഇല്ലാത്തത് കൊണ്ട് ക്രിസ്ത്യാനിക്ക് അറിവില്ല. So Christians do not believe this. ക്രിസ്ത്യാനികൾ അത് വിശ്വസിക്കുന്നില്ല. But it's in your Quran. പക്ഷെ നിന്റെ ഖുറാനിലുണ്ട്. And you believe Quran. നീ ഖുറാൻ വിശ്വസിക്കുന്നു? Yes. അതെ. So this story is about Isa, about Jesus. യേശുവിനെ കുറിച്ചാണ് ഈ കഥ. Oh yes, we have many stories of Isa in Quran. യേശുവിനെ കുറിച്ച് ഖുറാനിൽ പല കഥകളുണ്ട്. So in this story, Jesus took clay from the ground. ഈ കഥയ്ക്കകത്ത് യേശു ഭൂമിയിൽ നിന്ന് ചള്ള കുഴച്ചു. And with this clay he added little sprinkles of water. കുറച്ച് വെള്ളം കൂടെ അതിന്റെ കൂടെ ചേർത്തു. And he molded and he made the form of birds. കുറച്ച് പക്ഷികളുടെ രൂപം അതുകൊണ്ട് ഉണ്ടാക്കി. And then when he finished, അത് ചെയ്തു കഴിഞ്ഞപ്പോൾ he took the clay birds. ഈ ചള്ള കൊണ്ടുണ്ടാക്കിയ പക്ഷികളുടെ രൂപം എടുത്തു. And then he breathed on them. യേശു അവയിലേക്ക് ഊതി. And they came alive and they flew away. അവയ്ക്ക് ജീവൻ ഉണ്ടായപ്പോൾ പറന്നുപോയി. Now, you believe Quran? നീ ഖുറാൻ വിശ്വസിക്കുന്നു? Yes. അതെ. And Allah makes life? അള്ളാഹയാണ് ജീവൻ ഉണ്ടാക്കുന്നത്? Yes. അതെ. And Jesus made life? യേശു ജീവൻ ഉണ്ടാക്കുന്നു? He didn't answer. തനിക്ക് മറുപടിയില്ല. I said, if Jesus made life യേശു ജീവൻ ഉണ്ടാക്കിയെങ്കിൽ and only God makes life, ദൈവത്തിന് മാത്രമേ ജീവൻ ഉണ്ടാക്കാൻ ഒക്കത്തുള്ളൂ. then who is Jesus? അങ്ങനെയാണെങ്കിൽ യേശു ആരാ? And he waited for about 5 minutes. 5 മിനിറ്റ് ആ മനുഷ്യൻ കുത്തിയിരുന്നു. And finally he says, 5 മിനിറ്റിന് ശേഷം പറഞ്ഞു, I don't know. എനിക്കറിഞ്ഞൂടാ. I says, let me introduce you to the real Jesus. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ യേശുവിനെ ഞാൻ നിനക്ക് And that പരിചയപ്പെടുത്തട്ടെ. man accepted Jesus as his personal savior in the Nile. അങ്ങനെ നൈൽ നദിക്കുള്ളിൽ ആ മനുഷ്യൻ യേശുവിനെ ദൈവമായി അംഗീകരിച്ചു. And that assured me that we should stay. അതെന്നോട് പറഞ്ഞത് നീ ഇവിടെ നിൽക്കണമെന്ന്. And we are still in Egypt. അങ്ങനെ ഞങ്ങൾ ഇന്ന് ഈജിപ്തിലാണ്. He wanted to introduce me to his family to go to his home. അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് തന്റെ കുടുംബാംഗങ്ങളെ പരിചയപ്പെടാൻ താൻ എന്നോട് So ആവശ്യപ്പെട്ടു. we rode over to the bank. ഞങ്ങളെ ബാങ്കിലേക്ക് ചെന്നു, അതിന് തീരത്തിയെന്നു. And by that time the sun was down. It was dark. അപ്പോഴത്തേക്ക് സൂര്യാസ്തമനം കഴിഞ്ഞു. So I anticipated walking a couple of streets over to visit his flat. അദ്ദേഹത്തിന്റെ വീട് കാണുവാൻ ചില അല്പദൂരം നടക്കണമെന്ന് ഞാൻ വിചാരിച്ചു. But we did not. പക്ഷെ അങ്ങനല്ല. We got over and we got on camels. ഞങ്ങൾ കഴുതകളുടെ പുറത്ത് പോകേണ്ടി വന്നു. And we rode ഒട്ടകങ്ങളുടെ. And we rode into the desert 2.5 hours. 2.5 മണിക്കൂർ ഞങ്ങൾ മരുഭൂമിയിലൂടെ നടക്കേണ്ടതായിട്ട് വന്നു. And all this time he kept asking me things about Isa. യേശുവിനെ കുറിക്കുന്ന ചോദ്യങ്ങൾ ആ മനുഷ്യന് 2.5 മണിക്കൂറിനോട് ചോദിച്ചുകൊണ്ടിരുന്നു. So we had a great conversation. അങ്ങനെ വലിയൊരു സംസാരത്തോടെ പോയി. Then when we got to his home, it was a Bedouin home with had a tent. It was made of palm leaves. പാം ലീവ്സ് കൊണ്ട് പനയോല കൊണ്ട് നിർമ്മിക്കപ്പെട്ട നല്ലൊരു വീടായിരുന്നു അദ്ദേഹത്തിന്റെ. Very small, maybe 1/2 of this stage. ഒരു പക്ഷെങ്കിൽ ഈ സ്റ്റേജിന്റെ പകുതി വലിപ്പമേ അതിനുള്ളൂ. But when we got there, he whistled. അദ്ദേഹം അവിടെ ചെന്നപ്പോൾ വിസിലടിച്ചു. And his wife and 6 children came out. തന്റെ ഭാര്യയും 6 മക്കളും വെളിയിൽ വന്നു. And the oldest child was maybe as a girl, maybe 17, 18. 17-18 വയസ്സ് പ്രായം തോന്നിക്കുന്നതാണ് ഏറ്റവും മൂത്ത മകൻ. Youngest child was maybe 8 or 9 years old. തന്റെ ഇളയ മകന് 7-8 വയസ്സ് പ്രായം And he തോന്നിക്കുന്നു. says, this is my good friend, good American friend. അവരോട് പറഞ്ഞു, എന്റെ നല്ല അമേരിക്കക്കാരനായ സ്നേഹിതനാണ് ഈ വന്നിരിക്കുന്നത്. He shows me Isa today. Jesus today. ഇന്ന് അദ്ദേഹം എന്നോട് യേശുവിനെ കുറിച്ച് പറഞ്ഞു കാണിച്ചു തന്നു. Not Quran Isa, ഖുറാനിസം അല്ല, but real Isa. ഖുറാനിലുള്ള യേശു അല്ല, സാക്ഷാൽ യേശു. He says, and I bring this real Jesus. He's now here, right here. ആ സാക്ഷാൽ യേശു എന്റെ ഹൃദയത്തിൽ ഇപ്പോഴുണ്ട്. Now you will too. നിങ്ങൾ ഇത് ഏറ്റെടുക്കണം. Bow down. മുട്ടുകുത്ത്. So his family dropped to their knees. അദ്ദേഹത്തിന്റെ കുടുംബം മുഴുവനും മുട്ടുകുത്തി. And they did accept Christ. അവർ യേശുവിനെ അംഗീകരിച്ചു.
but I don't know whether it was the Holy Spirit or fear of the Father. അപ്പനെ കുറിച്ചുള്ള പേടിയാണോ അതോ പരിശുദ്ധാത്മാവിന്റെ നിയമനമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. But that was the beginning of the Bedouin church. അങ്ങനെയാണ് അവിടുത്തെ സഭയുടെ ഒന്നാമത്തെ The കല്ല്. Bedouin church in Egypt today has Bedouin, nomad, the Bedouin. ബെറ്റർവിൻ സഭ എന്ന ആ സഭ അവിടെ നിന്ന് ആരംഭിച്ചു. Am I right? The Bedouin church today has 700. ഇന്ന് അതിന് 700 അംഗങ്ങളായി. The Bedouin, Egyptian Bedouin people are persecuted tremendously. ഈ സ്ഥലത്താണ് ഈജിപ്തിലുള്ള ബെറ്റർവിൻ ക്രിസ്ത്യാനികൾ പെർസിക്യൂട്ട് ചെയ്യപ്പെടുന്നത്. And they don't have a facility like this to worship. നിങ്ങളെപ്പോലെ അവർക്ക് ആരാധിക്കുവാൻ ഒരു സൗകര്യമില്ല. They worship, they go from oasis to oasis to oasis. അവരെ ഓരോ മരിപ്പച്ചകളിൽ നിന്നും അടുത്ത മരിപ്പച്ചകളിലേക്കും പിന്നത്തെ മരിപ്പച്ചയിലേക്കും മാറിയിരുന്ന് ആരാധിക്കുന്നു. Because the Islamic fundamentalists as well as the religious police, they are there to arrest them, and most of their services has spies that are there. അവരെ എവിടെയെങ്കിലും ആരാധിക്കാൻ പോയാൽ ഇസ്ലാമികളുടെ മത നേതാക്കന്മാരും പോലീസും അവരെ അറസ്റ്റ് ചെയ്യും. മിക്ക സർവീസുകളിലും ചാരന്മാർ അകത്ത് കയറുകയും ചെയ്യും. And they sit on the ground in the oasis while they listen to the word of God. ദൈവവചനം ശ്രദ്ധിക്കേണ്ടതിനായി അവരെ തറയിൽ നിലത്തിരുന്നാണ് കേൾക്കുന്നത്. They don't stand. അവർ എഴുന്നേറ്റ് നിൽക്കത്തില്ല. Because if they stand, it will silhouette against the desert. അവർ എഴുന്നേറ്റ് നിന്നാൽ മരുഭൂമിയിലുള്ള മറ്റാളുകൾ അവരെ കാണും. And that will call attention to them. അവരെ വന്ന് ആക്രമിക്കും. And they also don't sing the worship songs like you do. നിങ്ങൾ പാടുന്നത് പോലെ അവർക്ക് പാട്ട് പാടാൻ ഒക്കത്തില്ല. And when they sing, their singing to the Lord is like അവർ മൂളി മാത്രമേ പാടത്തുള്ളൂ, മൂളിപ്പാട്ട്. And so God certainly knows what they're saying. അവരെന്തോ പറയുന്നത് ദൈവത്തിനെ അറിയത്തുള്ളൂ. Nobody else does. മറ്റാർക്കും അറിയത്തില്ല. I know when they get excited about the Lord, they don't clap their hands because the clapping will carry through the desert. അവർക്ക് സന്തോഷം ഉണ്ടാകുമ്പോൾ അവർ കൈയടിക്കത്തില്ല. കൈയടിച്ചാൽ ശബ്ദം ദൂരെ കേൾക്കും. When they get excited, they rock back and forth. അവരെ സന്തോഷിക്കുമ്പോൾ അവർ മുൻപിലേക്കും പിൻപിലേക്കും ആടത്തേ ഉള്ളൂ. And as they dismiss each meeting, ഞാൻ ഓരോ മീറ്റിംഗുകൾ അവസാനിപ്പിക്കുമ്പോഴും the leader tells each person to bow your head. ആ നേതാവ് ഓരോ വ്യക്തിയോടും തലകുനിക്കാൻ ആവശ്യപ്പെടും. Now we will pray that the Holy Spirit will tell you what oasis we will meet at next and the time that we will do that. എന്തൊക്കെ പരിശുദ്ധാത്മാവി പ്രാർത്ഥനാ സമയത്ത് അവരോട് ആവശ്യപ്പെടുമോ അതവർ ചെയ്യും. And as they're അടുത്ത പ്രാവശ്യം എവിടെ വെച്ചാണ് മീറ്റ് ചെയ്യേണ്ടതെന്ന് പരിശുദ്ധാത്മാവ് അവരോട് പറയും. And as they meditate before the Lord, അവർ ദൈവസന്നിധിയിൽ കാത്തിരിക്കുമ്പോൾ without saying a word to anyone, ഒരൊറ്റ വാക്കാരോടും പറയാതെ the Holy Spirit speaks to each one of them. പരിശുദ്ധാത്മാവ് അവരിൽ ഓരോരുത്തരോട് And സംസാരിക്കും. says, on this date, at this time, at this oasis, we will meet next. അടുത്ത പ്രാവശ്യം ഇന്ന ദിവസം ഇന്ന ഒയാസിസിലാണ് നാം ഒരുമിച്ച് കാണുന്നത്. Oh God. And you can go to that oasis a couple of days in advance. You can go to that oasis a few days before. ചില ദിവസങ്ങൾ മുന്നമേ നമുക്ക് അവിടെ ചെല്ലാൻ ആ ഒയാസിസ് And you ചെല്ലാം. will see people arriving from the desert from all over, മരുഭൂമിയിൽ പലയിടങ്ങളിൽ നിന്നായി ആളുകൾ അവിടെ വന്നുകൂടുന്നത് നിങ്ങൾക്ക് കാണാം. waiting for the time that they can go before the Lord. ദൈവത്തെ ഒരുമിച്ച് ആരാധിക്കുന്നതിന് ദിവസങ്ങൾ മുന്നമേ അവർ വന്ന് അന്യോന്യം കാത്തിരിക്കുക. Now, what I'm going to share with you now may not be what you would feel is theologically correct. ഞാൻ നിങ്ങളോട് ഇപ്പൊ പറയാൻ പോകുന്നത് വേദശാസ്ത്രപരമായി ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നണമെന്നില്ല. There is no water in the desert. മരുഭൂമിയിൽ വെള്ളമില്ല. And even some of the oasis is very little water. ഒയാസിസിൽ മരുപ്പച്ചകൾ ഉള്ള സ്ഥലത്ത് പോലും വളരെ അല്പം വെള്ളമേ കാണത്തുള്ളൂ. Most of these people get by with less than one spoonful of water in 2 days. ഒരു പക്ഷെങ്കിൽ 2 ദിവസത്തിൽ ഒരിക്കൽ ഒരു സ്പൂൺ വെള്ളമായിരിക്കും ഒരാളിന് കിട്ടുന്നത്. But when they accept Christ, they want to be baptized. അവർ യേശുവിനെ അംഗീകരിച്ചു സ്നാനമേൽക്കാൻ തീരുമാനിക്കുമ്പോൾ We baptize them. ഞങ്ങൾ അവരെ സ്നാനപ്പെടുത്തും. But we baptize them in the sand. ഞങ്ങൾ അവരെ മണ്ണിലായിരിക്കും സ്നാനപ്പെടുത്തുന്നത്. We cover them with sand like they are buried. ഒരുവനെ കുഴിച്ചിടുന്നത് പോലെ ഞങ്ങൾ അവരെ മണ്ണിനകത്ത് And കുഴിച്ചിടും. then we lift them up as a new creature in Christ. ഒരു പുതു സൃഷ്ടിയായി ക്രിസ്തുവിൽ ഞങ്ങൾ അവരെ മണ്ണിൽ നിന്ന് പൊക്കിയെടുക്കും.
I realize it's not water baptism, but in my opinion, they are just as baptized as what I was. ഇത് വെള്ളത്തിലെ സ്നാനമല്ല എന്ന് എനിക്ക് നന്നായി അറിയാം, പക്ഷെ ഞാൻ വെള്ളത്തിൽ സ്നാനപ്പെട്ടതുപോലെ ഇത് ദൈവം അംഗീകരിക്കും. We have supplied these people with camels. ഈ ആളുകൾക്ക് ഞങ്ങൾ ഒട്ടകങ്ങളെ കൊടുത്തിട്ടുണ്ട്. They're very, very poor. They're very poor. അവർ വളരെ സാധുക്കളാണ്. And their camel is their life. അവരുടെ ഒട്ടകമാണ് അവരുടെ ജീവിതം. They use, most of these people hire themselves out for camel caravans through the desert. ഈ ക്യാമലുകളെയും കൊണ്ട് നടക്കുന്നതിന് വേണ്ടിയുള്ള ജോലിയാണ് ഇവരിൽ മിക്കവരും ചെയ്യുന്നത്. And so without the camels, they have no life. അങ്ങനെയാണെങ്കിൽ ഈ ഒട്ടകമില്ലാതെ അവർക്ക് ജീവിതമില്ല. And so the Islamic fundamentalists have began to kill the camels of these Christians as when they come to the services. ഇവരെ സർവീസിന് വേണ്ടി വരുമ്പോൾ ഇവരുടെ ഒട്ടകങ്ങളെ ഇസ്ലാമിക് ആളുകൾ കൊന്നുകളയും. And so that is worse than killing the people. അത് മനുഷ്യനെ കൊല്ലുന്നതിനേക്കാൾ ഭാരമാണ് To many of these people. അനേകർക്കും അതങ്ങനെ. So what we have done, ഞങ്ങൾ എന്ത് ചെയ്തു? we have told them that you leave your camel at your home. ഞങ്ങൾ അവരോട് പറയാറുണ്ട്, നിങ്ങളുടെ ഒട്ടകങ്ങളെ നിങ്ങളുടെ വീടുകളിൽ നിർത്തുക. We want to purchase camels for you. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒട്ടകങ്ങളെ വാങ്ങാൻ ആഗ്രഹിക്കുന്നു. So I led a man to the Lord in Sudan. സുദാനിൽ ഒരു മനുഷ്യനെ ഞാൻ കർത്താവിലേക്ക് നയിച്ചു. And he owns a camel market. അദ്ദേഹം ഒരു കാമൽ മാർക്കറ്റ് ഉണ്ട്. Most camels you can buy from maybe $200 to $3,000. $200 മുതൽ $3,000 വരെ ക്യാമലുകൾക്ക് തമ്മിൽ വില വ്യത്യാസമുണ്ട്. We made arrangements with this man to buy camels for $60 a piece. $60 ഒരു ഒട്ടകത്തെ വീതം വാങ്ങുവാനുള്ള ക്രമീകരണം ഞങ്ങൾ ഈ മനുഷ്യനുമായി ചെയ്തു. So we lead these camels across the desert. ഡെസർട്ടിന്റെ അടുക്കലുള്ള കോസ്റ്റിൽ ഞങ്ങൾ ഈ ക്യാമലിനെ നിർത്തും. And we give them to the Bedouin people. ഈ ബെറ്റർമെന്റ് ആളുകൾക്ക് വേണ്ടി, ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഞങ്ങൾ ഈ ഒട്ടകങ്ങളെ കൊടുക്കും. Now if the fundamentalists kill the camel, it would not be yours. ഒരു പക്ഷെങ്കിൽ ഇതിനെ ഫണ്ടമെന്റലിസ്റ്റ് കൊന്നു കളഞ്ഞാൽ പോലും അത് നിങ്ങളുടേതല്ല. It'll be God's camel. അത് ദൈവത്തിന്റെ ക്യാമല. And he will take his revenge. ദൈവത്തിന്റെ പണി നോക്കിക്കോളും. And so now we have many hundreds of four-legged church buses all over the desert. Four-legged church. ഇപ്പോൾ ഒട്ടകമാകുന്ന ബസ്സുകളാണ് ഞങ്ങൾ അവിടെ ആളുകളെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്നത്. We've had the privilege of buying approximately 400 camels for these people. 400 ഒട്ടകങ്ങളെ ഞങ്ങൾ ഇവർക്ക് വേണ്ടി വാങ്ങിച്ചു. And so continue to help us pray that particular form of ministry continues. ഈ ശുശ്രൂഷയുടെ രീതി മുന്നോട്ട് പോകുവാൻ നിങ്ങളും പ്രാർത്ഥനയിൽ സഹായിച്ചാലും. And so the storm did come. കൊടുങ്കാറ്റടിച്ചു. I complained that my God constrained me to go. ഞാനും ദൈവത്തോട് കംപ്ലൈന്റ് പറഞ്ഞു, അങ്ങല്ലേ എന്നെ ഞങ്ങളെ നിർബന്ധിച്ചയച്ചത്. I didn't know where Jesus was. യേശു അവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയാൻ വയ്യായിരുന്നു. But what I didn't realize പക്ഷെ ഞാൻ അറിയാതിരുന്ന ഒന്ന് is that he was watching. ദൈവം എന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. He was watching every day that we were in Egypt. ഞങ്ങൾ ഈജിപ്തിലുണ്ടായിരുന്ന ഓരോ ദിവസവും കർത്താവ് ഞങ്ങളെ വാച്ച് ചെയ്തിരുന്നു. Every conversation we had, ഞങ്ങൾക്കുണ്ടായ ഓരോ സംസാരം, every attempt, every connection that we had. ഞങ്ങൾക്ക് ലഭിച്ച ഓരോ കണക്ഷനുകൾ, ഓരോ സംസാരങ്ങൾ, ഓരോ ഇടപെടലുകൾ. And although I didn't realize it, എനിക്കത് മനസ്സിലായില്ലെങ്കിലും my master was up there even in the midst of the storm watching and interceding. എന്റെ യജമാനൻ എന്റെ പ്രശ്നങ്ങളുടെ നടുവിൽ എന്നെ വാച്ച് ചെയ്തുകൊണ്ടിരുന്നവനായ ദൈവം എനിക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. And then at the appropriate time, ആ ദൈവത്തിൻ്റെതായ സമയത്ത്, according to God's time, ദൈവത്തിന്റെ സമയത്ത്, not my time, എന്റെ സമയത്തല്ല, God's time, ദൈവത്തിന്റെ തക്ക സമയത്ത് he says, I am here. ഞാൻ ഇവിടെ ഉണ്ട് എന്ന് താൻ തെളിയിച്ചു. This is the beginning of the rest of your life. ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ തുടർച്ചയുടെ ആരംഭമാണ്. And that has been the case. ഇവിടെ അത് ആരംഭിക്കട്ടെ. I will, yes. ക്വസ്റ്റ്യൻ ആൻസേഴ്സിന് വേണ്ടി ചില മിനിറ്റുകൾ എടുക്കുകയാണ്. ഒരാളൊരു ചോദ്യം ചോദിച്ചിരുന്നു, തൃത്വത്തിനെ കുറിച്ച് ഒന്ന് തെളിയിച്ച് സംസാരിക്കാമോ എന്ന്. There was a question asked by a person. ആൻസർ പറഞ്ഞു കഴിഞ്ഞായിരുന്നു. I am sorry then I was not here probably. അതെ, I am sorry then I was not here. That's it. Then I have no question.
whoever made this chai is fantastic. ഒരു ചായ കൂടെ ഉണ്ടാക്കി കൊടുക്കാൻ. അത് മനസ്സിലായി. അങ്ങനെ പറഞ്ഞ് എനിക്ക് മനസ്സിലായി ഒരു ചായ കൂടെ വേണമെന്ന് ഞാൻ പറഞ്ഞു.